നിങ്ങളുടെ വീട്ടിലെ ഇതുപോലെ ഹൈറ്റിൽ വളരുന്ന മോണോപ്പൊഡിയൽ ഓർക്കിഡ്സ് കാണത്തില്ല, ഇതൊക്കെ നമ്മൾ ഇത്രയും ഹൈറ്റിലായ മദർ പ്ലാന്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒത്തിരി തൈ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് ഒത്തിരി തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാതെ ഒരു പ്ലാന്റ്സിൻ്റെ റൂട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ താഴെ വെച്ചിട്ട് നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്യാവേ. ഇങ്ങനെ സാഫ് തേക്കുന്നത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാനും ഇറച്ചിയിലൊന്നും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്യുമ്പോഴേ ഏകദേശം ഒരു കൈ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ വേറെ പോർഷൻ കട്ട് ചെയ്തില്ലേ, ഇങ്ങനെ കട്ട് ചെയ്യുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ പ്ലാന്റിനെ തൊണ്ട് നിരത്തിയ സ്ഥലങ്ങളിൽ ഇതുപോലെ കയറിൽ കെട്ടി വെച്ചിരുന്നാൽ ഈ പ്ലാന്റ് ഇവിടെ നന്നായിട്ട് വളർന്ന് പൂത്ത് വരും. ഈ ചെറിയ കട്ടിങ്സിനെ തൈ ചെയ്യാവേ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിന് അതായത് ഒരു 4-5 ലീഫെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്കത് ഈ ഒരു പോർഷൻ കണ്ടോ പുതിയൊരു തൈ വന്നേക്കുന്ന ഇതുപോലെ ഈ പ്ലാന്റ്സിന്റെ പല